ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ തോക്കുമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലെ യുദ്ധം വ്യോമമാർഗമാണ് ഏറ്റവും കൂടുതൽ നടക്കുക. കാലാൾപ്പടയുടെ എണ്ണം വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ യുദ്ധം ജയിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള വ്യോമമാർഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ, വിമാനങ്ങൾ, പ്രത്യേകിച്ച് അറ്റാക്കിംഗ് വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ, മലയാളത്തിൽ പോർ വിമാനങ്ങളാണ് വാസ്തവത്തിൽ പുതിയ കാലഘട്ടത്തിലെ യുദ്ധത്തിൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നത്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മളത് കണ്ടതാണ്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ഭേദിച്ചു. പിന്നാലെ നമ്മുടെ മിസൈലുകൾ അയച്ചു. അല്ലാണ്ട് നേരിട്ട് നമ്മൾ അവിടെ പോയി നമ്മുടെ എന്താ പറയുക, ആർമി ഉണ്ടല്ലോ, കരസേന നമ്മുടെ പഴയ സങ്കല്പം അങ്ങനെയായിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു, ഇതായിരുന്നു നമ്മുടെ പഴയ സങ്കല്പം. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ആകാശമാർഗമുള്ള യുദ്ധമാണ്. പിന്നെ പറയാൻ പോകുന്നത്, ഇന്ത്യയുടെ വ്യോമസേന ചരിത്രത്തിൽ എന്നും ഇല്ലാത്ത വിധം വളരെ ദുർബല അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ അല്പം ഗൗരവത്തോടെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് കടക്കാതെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലെ കോട്ടങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലാവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലെ നമ്മുടെ ഈ സ്ക്വാഡ്രൺ എന്ന് പറയും, ഈ ഓരോ വ്യോമസേന താവളങ്ങളുണ്ടാകും. ആ താവളങ്ങളിൽ ഉള്ള വിമാനങ്ങളുടെ എണ്ണം വെച്ച് ഒരു ടീമാക്കി ഉണ്ടാക്കി വെക്കും. ആ ഓരോ ടീമുകളെയാണ് സ്ക്വാഡ്രൺ എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെ ആ ഒരു ടീമിൽ 18 മുതൽ 20 വിമാനങ്ങൾ വരെ ഉണ്ടാകണം എന്നുള്ളതാണ് കണക്ക്. അതിൽ ചിലത് പരിശീലന വിമാനങ്ങളാകും, ചിലത് പോർ വിമാനങ്ങളാകും. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ സ്ക്വാഡ്രണുകളുടെ എണ്ണം ഇപ്പോൾ വെറും 29 കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ പോലും നമ്മുടെ സ്ക്വാഡ്രണുകളുടെ എണ്ണം 32 മറ്റോ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ കാലത്ത് അത് 29 കുറയാൻ പോകുന്നത്. കാരണം ഇന്ത്യയിലെ മിഗ് വിമാനങ്ങൾ, റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മിഗ് വിമാനങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്. വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി ആ മിഗ് വിമാനങ്ങൾ പൂർണ്ണമായി നമ്മുടെ വ്യോമസേനയുടെ ഭാഗമല്ലാതായി തീരും. ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട സൂപ്പർസോണിക് വിമാനങ്ങളുടെ ആദ്യ ഗണത്തിൽപ്പെടുന്ന ഒരു വിമാനമാണ് ഈ മിഗ് എന്ന് പറയുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിലായിട്ട് 11,000-ഓളം മിഗ് വിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം 900-ഓളം മിഗ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു വ്യോമസേനയുടെ ഭാഗമായി. അത് പല ചുരുങ്ങി കാലപ്പഴക്കം കൊണ്ട് അത് ഒഴിവാക്കിയതടക്കം, അപകടങ്ങളിൽപ്പെട്ട് തകർന്നതടക്കം ഇപ്പോൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിട്ട് വെറും 36 മിഗ് വിമാനങ്ങളാണ് ഉള്ളത്. ആ 36 വിമാനങ്ങൾ കൂടി ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി റിട്ടയർ ചെയ്യുകയാണ്. അത് ഇനി ഏതെങ്കിലും പ്രദർശന വസ്തുവായിട്ടോ ഏതെങ്കിലും പഠന സാമഗ്രി ആയിട്ടോ ആയിരിക്കും ഇനി അതുണ്ടാവുക. അപ്പോൾ ഈ മിഗ് വിമാനങ്ങൾ അരങ്ങൊഴിയുമ്പോൾ അതിന് പകരക്കാരനായി വരേണ്ടത് തേജസ് വിമാനങ്ങളാണ്. ആ തേജസ് വിമാനങ്ങളുടെ ലഭ്യതയിലും നമുക്കിപ്പോൾ വലിയ ആശങ്കയുണ്ട്. നമുക്ക് മൊത്തം 83 തേജസ് നേരത്തെ 40 തേജസ് വിമാനങ്ങൾ നമുക്ക് കിട്ടി. അതിൽ 38 പോർ വിമാനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, 2 പരിശീലന വിമാനങ്ങളാണ്. ഇതുകൂടാതെ 83 തേജസ് വിമാനങ്ങൾ 2024-ൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതിപ്പോഴും നമ്മുടെ കയ്യിൽ വ്യോമസേനയുടെ ഭാഗമായി കിട്ടിയിട്ടില്ല. ഈ ഡിസംബറോടുകൂടി ഏതാണ്ട് 12 വ്യോമസേനയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പറയുന്നത്. പക്ഷേ ഈ 83 കൂടി നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവായ വിമാന എൻജിൻ അമേരിക്കയിൽ നിന്ന് വിട്ടുകിട്ടേണ്ടതുണ്ട്. GE എന്ന് പറയുന്ന കമ്പനിയുടെ വിമാന എൻജിനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് യഥാസമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇതിൻ്റെ നിർമ്മാണം വൈകുന്നത്. ഇതുകൂടാതെ 97 തേജസ് പുതിയ ശ്രേണിയിലുള്ള MK2 ശ്രേണിയിൽപ്പെട്ട പുതിയ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണത്തിന് നമ്മൾ കരാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും കിട്ടാനായിട്ട് ഒരുപാട് വൈകും. അപ്പോൾ നമ്മൾ ഈ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2024-ൽ നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ 36 ഫ്രാൻസിൽ നിന്ന് വാങ്ങി. ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിലാണ് ആ റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിയത്. ആ റഫേൽ വിമാനങ്ങൾ അന്ന് നമ്മൾ അത്രയും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി
കുറേ കൂടി പരിതാപകരമായേനെ. പക്ഷേ ഇപ്പോൾ 36 റഫേൽ വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 26 എണ്ണം നേവിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 26 റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാനായിട്ടുള്ള ധാരണയും ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ കയ്യിലോട്ട് എത്താനായിട്ടൊരു കാലതാമസമുണ്ട്. ഇത് കൂടാതെ നമ്മൾ പുതിയ ഭീഷണികൾ അതിജീവിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങുന്നു, ചൈന 5ാം തലമുറയും കഴിഞ്ഞ് 6ാം തലമുറയിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിയന്തരമായി നമ്മുടെ ഈ വ്യോമസേനയുടെ ഈ പരിതാപാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി 114 പുതിയ വിമാനങ്ങൾ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ആലോചന നടക്കുന്നുണ്ട്. മിക്കവാറും അത് റഷ്യയിലെ സുഖോയ് 57 വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതി ഇടുന്നത്. പക്ഷേ അതും നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ ഇനിയും താമസമുണ്ട്. അപ്പം നിലവിൽ നമ്മുടെ വ്യോമസേനയുടെ നിലവിലെ അംഗസംഖ്യ, വിമാനങ്ങളുടെ അംഗസംഖ്യ വളരെ പരിതാപകരമാണ്. ഇനി രസകരമായ സംഗതി ഉള്ളത്, നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ള വ്യോമസേനയിലുള്ള ആകെ വിമാനങ്ങളുടെ എണ്ണം 522 ആണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ 450 വിമാനങ്ങളുണ്ട്. ചൈനയുടെ കയ്യിൽ 1200 വിമാനങ്ങളാണുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാന് 450 വിമാനങ്ങളും ചൈനയ്ക്ക് 1200 വിമാനങ്ങളും ഉള്ളതിൽ ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ നമ്മുടെ അമേരിക്കൻ നിർമ്മിത F-16 ഉണ്ട്. ഇതുകൂടാതെ ചൈന അത്യന്താധുനിക പുതിയ വിമാനങ്ങൾ അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ കയ്യിൽ 1200 വിമാനങ്ങളും ഉണ്ട്. ഇന്ത്യയുടെ കയ്യിലുള്ള 522 വിമാനങ്ങളിൽ ഒരു വലിയ ഭാഗം കാലപ്പഴക്കം ചെന്നതാണ്. ഇപ്പോൾ മിഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരുപാട് കാലപ്പഴക്കം ചെന്നതാണ്. അത് 36 എണ്ണമേ ഉള്ളൂ. അതവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ ഉള്ളത് മിറാഷ് വിമാനങ്ങളാണ്. അതും കാലപ്പഴക്കം ചെന്ന വിമാനമാണ്. അത് 50 എണ്ണമുണ്ട്. പിന്നീട് ഒരെണ്ണം ജാഗ്വാർ എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ്. അത് 115 എണ്ണമുണ്ട്. ഈ ജാഗ്വാർ എന്ന് പറയുന്ന വിമാനം ഈ വർഷം തന്നെ 2 അപകടങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും നമുക്ക് ഇനി അധിക നാൾ അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കില്ല. ഈ മിറാഷ് എന്ന് പറയുന്ന മിഗ് എന്ന് പറയുന്ന വിമാനത്തിന് അത് തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ഇപ്പോഴും വ്യോമസേനയുടെ ഭാഗമാണെങ്കിൽ പോലും അത് പരിശീലന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ യുദ്ധമുഖത്തേക്കോ അത് ഉപയോഗിക്കാനായിട്ട് നമുക്കിപ്പോൾ നിർവാഹമില്ല. ഈ 63-ലാണ് ഇത് വ്യോമസേനയുടെ ഭാഗമായി. അതിനുശേഷം നടന്ന പ്രധാന യുദ്ധങ്ങളിലെല്ലാം പങ്കുവഹിച്ച ഒരു വിമാനമാണ് മിഗ്. പ്രത്യേകിച്ചും 1999 കാർഗിൽ യുദ്ധസമയത്ത് വളരെ ശ്രദ്ധേയ പ്രകടനം നടത്തിയ വിമാനമാണ്. ഇതുകൂടാതെ നമ്മൾ അമേരിക്കൻ നിർമ്മിത F-16 വിമാനം വെടിവെച്ചിട്ട ക്രെഡിറ്റും കൂടി പേറുന്ന വിമാനമാണ് മിഗ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ അതിൻ്റെ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് എയർ ചീഫ് മാർഷൽ തന്നെ അത് പറത്തിക്കൊണ്ടാണ് രാജസ്ഥാനിലെനാൽ എന്ന് പറയുന്ന വ്യോമസേനാ താവളത്തിൽ അതിൻ്റെ ഔദ്യോഗിക പരിപാടി, ഏറ്റവും അവസാന ഔദ്യോഗിക പറക്കലാണ്. വ്യോമസേന മേധാവി തന്നെ വന്നത് പറത്തിയിട്ട് പറഞ്ഞ റിട്ടയർമെൻ്റായി. ഇനി സെപ്റ്റംബർ 26 അത് പറഞ്ഞു വിട്ടാൽ മാത്രം മതി. അപ്പോൾ ഔദ്യോഗികമായിട്ട് അവസാന പറക്കൽ നടത്തിയിട്ട് എയർ ചീഫ് മാർഷൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനടക്കം ഈ വിമാനം പറത്തിയിട്ടുണ്ട്. ഈ വിമാനം മുൻപ് പറത്തിയിട്ടുള്ളവർക്ക് ഇതൊരു തീരാ നഷ്ടമാണ്, വലിയൊരു നഷ്ടബോധമാണ് ഈ വിമാനം. കാരണം മനസ്സിനിണങ്ങിയ തരത്തിലുള്ള വിമാനമാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ടെക്നോളജി കാലഹരണപ്പെട്ടു. അപ്പോൾ ഇത് ഇനിയും മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അതിനെ പുനരുജ്ജീവിപ്പിക്കുക ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ സുരക്ഷയെ കരുതി അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കരുതി നമ്മൾ ഇതിനെ തൽക്കാലം ഉപേക്ഷിക്കുന്നു. ഇതിന് പകരമായിട്ട് നമുക്ക് തേജസ് വിമാനങ്ങളോ അല്ലെങ്കിൽ സുഖോയ് 30 അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ വിടവ് പരിഹരിക്കാനാകും. പക്ഷേ അപ്പോഴും ഈ കാലതാമസം ഉണ്ടാകുന്നത് നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോർ വിമാനങ്ങളുടെ അംഗസംഖ്യ വളരെ പരിതാപകര അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത്. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ പോർ വിമാനങ്ങൾക്ക് യുദ്ധമുഖത്ത് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും എന്നുള്ള സാഹചര്യം നിലനിൽക്കെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.